ആത്മാവ് ഇത് പൂർണ്ണമായും കർത്താവിന്റെ കൈകളിൽ ഏൽപ്പിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു, ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. 150-ാം സങ്കീർത്തനം പറയുന്നു, ജീവനുള്ളവരൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. രണ്ട് കൈകളും തട്ടി സ്തുതിക്കുന്നു ഞാൻ എൻ്റെ കർത്താവിനെ. ആ പാട്ടിന്റെ ഇരടികൾ ചേർന്ന് 1, 2, 3 മിനിറ്റ് നമുക്ക് പാടി ദൈവത്തിന് മഹത്വം കൊടുക്കാം. Come on. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരുടെയും കൈകളൊന്ന് ചേർത്തടിച്ചാൽ യെസ്. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ എൻ യേശുവരാ. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ എൻ യേശുവരാ. പാപത്തിൽ നിന്നിൽ എന്നെ വീണവനേ, പാപമേലെന്നെ നിർത്തിയോടേ. പാപത്തിൽ നിന്നിൽ എന്നെ വീണവനേ, പാപമേലെന്നെ നിർത്തിയോടേ. ഉന്നത പദവി നിർത്തിയോടേ. നല്ല കർത്താവേ സ്തുതി നിനക്ക്. ഉന്നത പദവി നിർത്തിയോടേ. നല്ല കർത്താവേ സ്തുതി നിനക്ക്. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ എൻ യേശുവരാ. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ എൻ യേശുവരാ. പ്രാണനെ മരണത്തിൽ പിടിയിൽ നിന്നു, ആയുധനെ കണ്ണു നീരിൽ നിന്നു. മരണത്തിൽ പിടിയിൽ നിന്നു, ആയുധനെ കണ്ണു നീരിൽ നിന്നു. അധ്വാന ഫലത്തെ നഷ്ടത്തിൽ നിന്നു സൂക്ഷിച്ച ദൈവമേ സ്തുതി നിനക്ക്. അധ്വാന ഫലത്തെ നഷ്ടത്തിൽ നിന്നു സൂക്ഷിച്ച ദൈവമേ സ്തുതി നിനക്ക്. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ നന്ദി എൻ യേശുവരാ. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ നന്ദി എൻ യേശുവരാ. കാതുകളും നല്ല കണ്ണുകളും കൈകാലുകൾ കാതുകളും നല്ല കണ്ണുകളും കൈകാലുകൾ കർത്താവേ സ്തുതി നിനക്ക്. ദീർഘായുസ്സും സമാധാനം തന്ന കർത്താവേ സ്തുതി നിനക്ക്. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ നന്ദി എൻ യേശുവരാ. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ നന്ദി എൻ യേശുവരാ. ഭൗതിക നന്മകൾ തന്നവനേ, ജീവിത സൗകര്യങ്ങൾ തന്നവനേ. ഭൗതിക നന്മകൾ തന്നവനേ, ജീവിത സൗകര്യങ്ങൾ തന്നവനേ. നല്ല കുടുംബം തന്നവനേ, പ്രിയ കർത്താവേ സ്തുതി നിനക്ക്. നല്ല കുടുംബം തന്നവനേ, പ്രിയ കർത്താവേ സ്തുതി നിനക്ക്. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ നന്ദി എൻ യേശുവരാ. 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 സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ
40-ാമത്തെ സങ്കീർത്തനം 1-ാമത്തെ വാക്യം. സാംസ് ചാപ്റ്റർ 14 വേഴ്സ് 1. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവൻ എങ്കിലേക്ക് ചാഞ്ഞ്. എല്ലാവരും കൈവച്ചിട്ട് പറ, എൻ്റെ നിലവിളി കേട്ടു. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ വ്യക്തിപരമായിട്ട് അടുത്തിരിക്കുന്ന ആരുമല്ല, നിങ്ങളോടുള്ള ദൂതാണ്. ഈ ശബ്ദം കേൾക്കുന്ന, എന്നെ ലോകമെങ്ങും ശ്രദ്ധിക്കുന്ന, ദിവസങ്ങളിൽ ഈ സഭയിൽ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവജനത്തോടുള്ള ദൂതാണ് ഈ ആണ്ടിൻ്റെ ഒടുവിൽ. വിശ്വാസമുള്ളവരൊരു ആമേൻ പറഞ്ഞേ. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. എല്ലാ മെസ്സേജിൻ്റെയും ഒരു കണ്ടിന്യൂവേഷനുണ്ട്. ഇന്നലെ കേട്ടാണേലും കഴിഞ്ഞ ആഴ്ച കേട്ടലാണേലും ദൈവജനം ഒന്നിനു വേണ്ടി കാത്തിരിക്കുകയാണ്, കണ്ണുകൾ മങ്ങാതെ. ആമേൻ, ഹല്ലേലൂയ. മടുത്തു പോകാതെ, ക്ഷീണിച്ചു പോകാതെ. അത് മറ്റൊന്നിനുമല്ല, പിന്നെ എന്തിനു വേണ്ടിയിട്ടാ? യഹോവയ്ക്കായി. ഒരു ആമേൻ പറഞ്ഞേ. പ്രൈസ് ഗോഡ്. ഞാൻ കർത്താവിൻ്റെ 2-ാമത്തെ വരവിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു വിഷയത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ ദൈവസഭയോടായി പറയട്ടെ. ഹബക്കൂക്ക് പറയുന്നു, ദർശനം പ്രാപിക്കപ്പെട്ട ദൈവമക്കൾ, വാഗ്ദത്തം പ്രാപിക്കപ്പെട്ട ദൈവമക്കൾ, അവർ മടുത്തു പോകുകയില്ല, അവർ ക്ഷീണിച്ചു പോകുകയില്ല. അവർ പറയും ഇതിനകത്തിരുന്ന്, വൈകിയാലും അത് വരും നിശ്ചയം. ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കാൻ സമയം അധികം കിട്ടാറില്ല. എങ്കിലും പ്രാർത്ഥനയോടുകൂടി കിടന്നുറങ്ങുമ്പം കർത്താവ് പലപ്പോഴും തട്ടി ഉണർത്തിയിട്ട് ജനത്തോട് പറയുന്നൊരു ദൂത് എനിക്ക് നിങ്ങളോട് പറഞ്ഞേ മതിയാകൂ. ഹല്ലേലൂയ. മടുത്തു പോകരുത്, നിങ്ങളുടെ കാത്തിരിപ്പിന് മറുപടി ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ മുഖം വാടിപ്പോകരുത്, തളർന്നു പോകരുത്. ദിവസങ്ങൾ കഴിഞ്ഞുപോയി, മാസങ്ങൾ കഴിഞ്ഞുപോയി, വർഷങ്ങൾ കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞ് നിങ്ങൾ വിധി എഴുതരുത്. ദൈവത്തിൻ്റെ ഒരു ദിവസം, ആമേൻ, വേറെ 1000 ദിവസത്തെക്കാൾ ഉത്തമമാണ്. ആമേൻ പറഞ്ഞാട്ടോ. ഹല്ലേലൂയ. അതിപ്പോ സംഭവിക്കാം, ചിലപ്പോൾ ഇന്ന് രാത്രി സംഭവിക്കാം, ചിലപ്പോൾ നാളെ സംഭവിക്കാം, ചിലപ്പോൾ ഇപ്പോൾ കൈയടിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിന്റെ അസാധ്യമായ വിഷയത്തിന്മേൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. ഓ, ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. നമ്മുടെ പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും ഒരാൾ വിദേശത്ത് നിന്ന് ഈ പ്രഭാതത്തിലെ ഫ്ലൈറ്റിൽ വരുന്നു എന്ന് കേട്ടാൽ അതിരാവിലെ ഓടി എയർപോർട്ടിൽ കാത്തു നിൽക്കും. അവിടുത്തെ അനൗൺസ്മെന്റ്, ആമേൻ, ഡിലേ ആണ് ഫ്ലൈറ്റ്. നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് വീട്ടിൽ പോകും. ഇല്ല, പ്ലെയിൻ ഡിലേ എന്നേ കേട്ടിട്ടുള്ളൂ, വരും. രാമേൻ പറഞ്ഞേ. ട്രെയിൻ താമസിക്കുന്നതേ കേട്ടിട്ടുള്ളൂ, വരും. പ്രൈസ് അല്ലാഹ്. ഞാൻ കാത്തിരിക്കുന്നത് ഒരു മനുഷ്യനല്ല, ഞാൻ കാത്തിരിക്കുന്ന ഒരു പാസ്റ്റർ അല്ല, ഞാനൊരു പ്രവാചകനല്ല. സങ്കീർത്തനക്കാരൻ്റെ ആ വചനം, 40-ാമത്തെ വചനം, ഓ, നിങ്ങൾക്കും എനിക്കും പ്രതികൂല സമയങ്ങളിൽ, പ്രശ്നങ്ങളിൽ ഒത്തിരി ആശ്വസിക്കാൻ കഴിയുന്ന ചില വാക്കുകൾ അതിനകത്തുണ്ട്. ഒരു വാക്ക് ഒരു പക്ഷേ സഭയിൽ ഒരു 80% പേർക്കെങ്കിലും ഇപ്പോൾ അതൊരു വിടുതലായി മാറും. ആ 40-ാം സങ്കീർത്തനത്തിൻ്റെ ഒരു വാക്ക് ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ. അതിൻ്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 12-ാമത്തെ വാക്യം. സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ. ഒരു ആമേൻ പറ. അയ്യോ അതെന്നാ? ഹല്ലേലൂയ. 100 വരെ എണ്ണിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത് 101 കിടപ്പുണ്ട്. 10,000 കഴിഞ്ഞാൽ അപ്പുറത്തും കിടപ്പുണ്ട്, പിന്നെ മില്യൺ കിടപ്പുണ്ട്, ട്രില്യൺ കിടപ്പുണ്ട്, അങ്ങനെ ഒത്തിരി കിടപ്പുണ്ട്. ദൈവ പൈതങ്ങളെ നോക്കി പറയുന്നു, നമുക്ക് എന്തില്ലെന്ന്. പ്ലീസ് ലിസൺ മീ. നമ്മുടെ അനർത്ഥങ്ങൾക്ക് എന്തില്ലെന്ന് രാമൻ പറഞ്ഞേ. അപ്പൊ ചിലർ പറയുന്നു, അയ്യോ എന്നെ പോലെ കഷ്ടം അനുഭവിച്ചവർ ഈ ഭൂമിയിൽ ആരുമില്ലെന്ന്. ചിലർ പറയുന്നു, ഞാനാണ് ഏറ്റവും കഷ്ടതയിലൂടെ പോയതെന്ന്. പക്ഷെ ബൈബിൾ പറയുന്നു, ഒരു ഭക്തനാണെങ്കിൽ സംഖ്യയില്ലാത്ത സ്തോത്രം.
അപ്പം നീ ഇന്ന് അനുഭവിക്കുന്ന കടബാധ്യത, നീ ഇന്ന് അനുഭവിക്കുന്ന രോഗം, ഇന്നത്തെ ഒറ്റപ്പെടലുകൾ, അത് ദൈവം അറിയാതെ വന്നതല്ല. അത് ദൈവം അറിയാതെ വന്നതല്ല. എൻ്റെ ബൈബിൾ പറയുന്നു, സംഖ്യയില്ലാത്തത്, ആമേൻ, എണ്ണി തിട്ടപ്പെടുത്താത്തത് നിന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതേ ദൈവത്തിൻ്റെ കൈ ഇന്ന് പകൽ ചില കൈ ആമേൻ, അതേ ദൈവത്തിൻ്റെ കൈ ദൈവം അറിഞ്ഞിട്ട് ആ പ്രതികൂലത്തിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ, ആ താഴ്വരയിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ നിനക്ക് വിശ്വസിക്കാം, നീ ആ താഴ്വരയിൽ നിന്ന് അവന്റെ കൈ പിടിച്ച് കയറി വരാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ കൈകളെ തട്ടി ആമേൻ പറഞ്ഞാട്ട്. വന്നതല്ല, ഇനിയും വരട്ടെ, ഇനിയും പ്രതികൂലങ്ങൾ വരട്ടെ. പറ പറ പറ, ഇനിയും പ്രതികൂലങ്ങൾ വരട്ടെ, ഇനിയും പോരാട്ടങ്ങൾ വരട്ടെ. ഞാൻ തളരുകയില്ല, ഞാൻ ക്ഷീണിച്ചു പോകത്തില്ല, ഞാൻ തളർന്നു പോകത്തില്ല. പ്രതികൂലങ്ങൾ വരട്ടെ, രോഗം വരട്ടെ, കഷ്ടത വരട്ടെ, ഞാൻ തളരത്തില്ല, ഞാൻ തളരത്തില്ല. എത്ര പേർക്ക് ആവേശത്തോടെ ആമേൻ. ഇത് പറയുമ്പോ തന്നെ ആരുടെയൊക്കെ ഉള്ളിൽ തീ കത്തുന്നു, വിശ്വാസത്തിന്റെ തീ. തളരരുത്, തളരരുത്. എല്ലാവരും പോയോ? പോട്ട്. എല്ലാവരും മാറിയോ? മാറിക്കോളട്ടെ. സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ വന്നത് നിൽക്കാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണ്ട, ഇതിനെ ജയിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പലരും കഷ്ടത മാറണേ മാറണേ, അതുകൊണ്ടാണ് മാറാത്തേ. അതിനു വേണ്ടി പ്രാർത്ഥിക്കണ്ട, അതങ്ങനെ നിൽക്കട്ടെ. ഇന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് ഈ കഷ്ടതയെ ജയിക്കാൻ കൃപ. സ്തോത്രം. കഷ്ടത ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം ഉണ്ട്, അത് വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്ന അത്ഭുതം എന്നാണെന്നറിയാവോ? ആ കഷ്ടതയെ ജയിക്കുന്ന വീരന്മാർ. ചിലരിന്ന് പകൽ ഞാൻ ചിന്തിക്കുന്നു, ആമേൻ, ഓടി മുന്നോട്ട് വന്നിട്ട് പാസ്റ്റർ മൈക്ക് പിടിച്ചിട്ട് പറയാൻ പോവുക, വന്നതല്ല പാസ്റ്റർ, ഇനി വരാൻ പോകുന്നതിനെ നേരിടാൻ ഞാൻ തയ്യാറാണ്. തന്നിടം ഉണ്ടോ അതിന്? കേട്ടതല്ല, ഇനിയും കേൾക്കാൻ ഞാൻ തയ്യാറാ. ഇനിയും ഉപദ്രവങ്ങൾ ഏൽക്കാൻ ഞാൻ തയ്യാറാ. അവരെ ആ ദൈവം തരുന്ന ഇതിനകത്ത് ആരോ പ്രാർത്ഥിക്കുന്നു, അയ്യോ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടാ മതിയായിരുന്നു. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരികയില്ല. രക്ഷപ്പെടാനല്ല പ്രാർത്ഥിക്കാൻ, ഇനിയും പ്രതികൂലങ്ങൾ വരട്ടെ, അതിനെ ജയിക്കുവാനുള്ള കൃപ. വചനം അകത്ത് കയറുന്നുണ്ടാവൂ. ആമേൻ. ഈ പ്രതികൂലത്തെ ജയിക്കാൻ ഒരു കൃപ. ഹല്ലേലൂയ. അവരാണ് ഇതിനകത്തിരിക്കുന്നത്. കഷ്ടത മാറാനായിട്ടിരിക്കണ്ട, ആമേൻ, അതിനെ ജയിക്കാൻ ഒരു കൃപ. ആമേൻ, ആമേൻ. ഉപവസിക്കുന്നതിന് രോഗം മാറാൻ, ഉപവസിക്കുന്നതിന് വീട് കിട്ടാൻ, ഉപവസിക്കുന്നതിന് കഷ്ടത മാറാൻ. അതുകൊണ്ട് ഒന്നും നടക്കാത്തേ. പ്രാർത്ഥനയ്ക്കും ശൈലി മാറ്റണം. കർത്താവേ, ഈ രോഗം എനിക്ക് തന്നതിനായി സ്തോത്രം. ഈ രോഗത്തെ ജയിച്ചവൻ എൻ്റെ കൂടെ ഉണ്ട്. ഇനി ഇപ്പോഴത്തെ തലവേദന മാറിയിട്ട് ഇപ്പോഴത്തെ ഇനി അടുത്ത നെഞ്ചുവേദന വന്നാലും അത് വഹിക്കാൻ ഞാൻ തയ്യാറാണ് കർത്താവേ. ഇതൊക്കെ പറയാൻ പറ്റുന്നുണ്ട്? ആമേൻ. 50,000 രൂപ കടം മാറിയപ്പോൾ രക്ഷപ്പെട്ടു, ഇനി കടക്കാരനാകത്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേണ്ടേ 50,000 കഴിഞ്ഞിട്ട് 5 ലക്ഷത്തിൻ്റെ കടം പൊങ്ങി വരുക. അപ്പോഴും പറയണം, സാത്താനെ ഞാൻ ഇതിനെയും ജയിക്കും. ഒരു ആമേൻ പറഞ്ഞേ. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റുന്നുണ്ട്? നിന്ന കേട്ടു, കുടുംബത്തിനകത്ത് നിന്ന കേട്ടു, ഒറ്റവരും ഉടയവരും തള്ളിക്കളഞ്ഞു, കൂടപ്പുറപ്പുകൾ നമ്മെക്കുറിച്ച് അപരാധം പറഞ്ഞു, അയ്യോ എന്നെ കൊണ്ട് വയ്യ എന്ന് പറഞ്ഞ് തലേ പിടിച്ചിരിക്കുന്ന എൻ്റെ സഹോദരി നിന്നോട് പറയട്ടെ, അവരെല്ലാം തള്ളിക്കളയട്ടെ എന്ന് പകൽക്കാലം ആമേൻ. നിനക്കൊരു മാന്യതയുടെ ദിവസമുണ്ട്, അത് വരാൻ പോകുന്നു. യോസഫേ, നിന്നെ മാനിക്കുന്ന ഒരു സമയം ഇതാ വരാൻ പോകുന്നു. സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ. അടുത്ത വാക്യം എന്നാ? ഇപ്പൊ ചിലർക്ക് ഈ പ്രതികൂലങ്ങളൊക്കെ വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞേ. ചില പുള്ളികൾ കണ്ടോ, തറയെ നോക്കിയേ സംസാരിക്കത്തുള്ളൂ, കുനിഞ്ഞേ ഇരിക്കത്തുള്ളൂ. നിങ്ങൾ ചിലർ ഇരിക്കുന്ന പോലെ. രാമൻ പറഞ്ഞാട്ടെ, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയല്ല, സോറി. രാമൻ പറഞ്ഞേ. ചില വിഷയങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലർക്ക് പ്രാഗൽഭ്യമില്ല, അത് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം. ചില പറയല്ലേ കള്ളൻ, ഹല്ലേലൂയ, ആ ലക്ഷണം കണ്ടാലേ അറിയാം. ശരി, ആ വാക്യങ്ങളോടൊക്കെ ചേർത്ത് വേണമെങ്കിൽ പറയാം, ഹല്ലേലൂയ. ഈ ഭാരം വരുമ്പം, ചില വിഷയങ്ങൾ വരുമ്പം, കള്ളത്തരമൊക്കെ കാണിക്കുമ്പം മുകളിലോട്ട് നോക്കാൻ പറ്റുകയില്ല, അത് ശരിയാണ്. പക്ഷേ ഇതല്ല. ഇത് സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ വന്നിട്ട് ഒന്നും ഒരു മനുഷ്യനോട് ഫേസ് ചെയ്യാൻ പോലും പറ്റാത്തൊരു സാഹചര്യം. ഭയങ്കര ബിസിനസ് നടത്തുന്ന ഒരു മനുഷ്യൻ പ്രാർത്ഥനയ്ക്കായിട്ട് വിളിച്ചിട്ട് എന്നോട് പറയുവാണ്, പാസ്റ്ററെ 5 ഫോണുകൾ താ കിടക്കുക. ഞാൻ നോക്കുമ്പോൾ കാണാം, ഇന്നത്തെ മാർക്കറ്റിൽ ഏറ്റവും നല്ല വില കൂടിയ സോഫ്റ്റ്വെയർ ഒക്കെ ഉള്ള ഫോണുകളാണ്. ഇതിലൊരു ഫോണും
എനിക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. എന്നെ പറ്റി ഓരോ ഫോൺ കോൾ കേൾക്കുമ്പോഴും എനിക്ക് വിറയലാണ്, എനിക്ക് ഭയമാണ്. ടൈയും കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് വൻ കാര്യങ്ങൾ ചെയ്ത് മനുഷ്യൻ ഭവനത്തിൻ്റെ അകത്തളങ്ങളിൽ പുറത്തു പോലും ഇറങ്ങാൻ പറ്റാതെ, മനുഷ്യനോട് ഫേസ് ചെയ്യാൻ പറ്റാതെ വീട്ടിനകത്ത് കിടക്കുന്നു. അഭിഷക്തന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇതല്ലേ? ചില സമയങ്ങളിൽ എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ ചില സമയങ്ങളിൽ മനുഷ്യൻ്റെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത ചില വേദനകളുടെ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, 2014 തല താഴ്ത്തപ്പെട്ടവർ 2015 തല നിവർത്തി യേശു കർത്താവിന് വേണ്ടി. somebody ഇന്ന് പകൽ വിശ്വാസമുള്ളവർക്ക് ഇന്ന് പകൽ ആമേൻ പറയാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. കഴിഞ്ഞ മാസങ്ങളിൽ, കഴിഞ്ഞ നാളുകളിൽ നിന്റെ തല എവിടെയാണോ താണെ, അവിടെ ദൈവം നിന്റെ തലയെ ഉയർത്തി 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 ഉയർത്തി. കൈകളെ തട്ടി ആമേൻ പറ. ഏത് ഭവനത്തിൽ, ഏത് പട്ടണത്തിൽ നിന്റെ തല താഴ്ത്തിയോ, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ കർത്താവ് എന്നോട് ഭയങ്കരമായിട്ട് ഇടപെടുന്ന ചില വചനങ്ങളാണ് ഇതൊക്കെ. അത് ദൈവസഭയോട് പറയാതിരിക്കാൻ വയ്യ എനിക്ക്. ഹല്ലേലൂയ. സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ അത് വീട്ടിനകത്ത് നിന്ന്, പുറത്തു നിന്ന്, നിന്റെ ജോലി സ്ഥലത്ത് നിന്ന്, നിന്റെ കൂടെ പറപ്പുകളുടെ നടുവിൽ നിന്ന്, നിങ്ങളുടെ പല ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ട്. അവിടെ ഒന്നും പിടിച്ചു നിൽക്കാൻ വയ്യാതായപ്പോൾ ഒന്ന് തല ഉയർത്താൻ പോലും പറ്റാതെ മരിച്ചാൽ മതി എന്ന് ചിന്തിച്ചവരുടെ അകത്ത് ഇരിപ്പുണ്ട്. ഇന്ന് നിന്നെ മരിക്കാനല്ല വിടാൻ പോകുന്നത്. എവിടെയാണോ നീ തകർന്നത്, എവിടെയാണോ നീ ഉടഞ്ഞത്, അവിടെ യഹോവയ്ക്കായി കാത്തിരിക്കുന്ന നിന്നെ, യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവസഭയെ പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ, ഈ ദിവസങ്ങളിൽ അവൻ പുറത്തെടുക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുടെ കൈകൾ ആവേശത്തോടെ തട്ടി കർത്താവ് അത് കാണട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. ഞാൻ യഹോവയ്ക്കായി മടുത്തു പോകാതെ കാത്തിരിക്കുന്നവർക്കായി സ്തോത്രം. കൈകളൊന്ന് ഉയർത്തിരാമേൻ പറഞ്ഞാൽ. അല്ല, മേൽപോട്ട് നോക്കാൻ കഴിയാതെ, കമോൺ, അടുത്ത വാക്യം എന്നാ? മേൽപോട്ട് നോക്കുവാൻ കഴിയാതെ വണ്ണം എന്റെ അകൃത്യങ്ങൾ. രാമേൻ പറ. ഇനി അടുത്ത വേറൊരു കാര്യമുണ്ട്, എൻ്റെ ഏറ്റവും നല്ല കണ്ടന്റ് അത് ഇനി കേൾക്കാൻ പോകുന്നു. നമ്മളാരും ശപിക്കപ്പെടാനായിട്ട് ഇവിടെ ജനിച്ചവരല്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കഷ്ടതയ്ക്ക് വേണ്ടി ജനിച്ചവരും അല്ല. നമ്മളിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇതിനകത്തായി പോകണം. ഇത് മറ്റാരുമല്ല പ്രശ്നക്കാരൻ നമ്മളാണ്. അപ്പുറത്തൊരു അമ്പലം ഉള്ളത് കൊണ്ട്, ഇപ്പുറത്തൊരു പള്ളി ഉള്ളത് കൊണ്ടും, ഫ്രണ്ടിലൊരു മന്ത്രവാദി ഉള്ളത് കൊണ്ടല്ല നിന്റെ വീട് പണിയാൻ പറ്റാത്തത്. നിന്റെ വീട്ടിലെ കുഴപ്പം കൊണ്ടാണ്. അതിനാമയും പറയാൻ പറ്റില്ലല്ലോ. ഞാൻ തിരിച്ചതൊരു മന്ത്രവാദി എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പം സഭ ഇപ്പം കത്തി ആരാധിച്ചേനെ. വചനം കേട്ടിട്ട് ഇന്ന് ആരാധിക്കാവും. രാമൻ പറഞ്ഞേ. 103-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ രോഗിയായതിന്റെ കാരണം എൻ്റെ പാപമാണ്. രാമൻ പറഞ്ഞേ. അവിടെ ആക്കി ആമേൻ പറയാൻ പറ്റുമോ? സംഖ്യയില്ലാത്ത അനർത്ഥങ്ങളിലൂടെ ഞാൻ പോയതിന്റെ കാരണം എൻ്റെ പിന്മാറ്റമാണ്, എൻ്റെ അകൃത്യമാണ്. കൃത്യതയില്ലാത്ത എൻ്റെ ജീവിതം, കൃത്യതയില്ലാത്ത എൻ്റെ ആത്മിക മണ്ഡലം, എൻ്റെ ഓർഡർ തെറ്റിപ്പോയി. എൻ്റെ ഓർഡർ തെറ്റിയപ്പോൾ എൻ്റെ ജീവിതത്തിലെ എല്ലാ വാഗ്ദത്തങ്ങളും ഇടിഞ്ഞുപോയി. രാമേൻ പറ. ഞാനൊരു കാര്യം സഭയോട് പറയാം. ഈ വചനത്തെ ചുമന്ന, ഈ വചനം പിടിച്ചെടുത്ത, അംഗീകരിക്കപ്പെട്ട ഒരു വ്യക്തിയുടെയും ജീവിതം ഒരിടത്തും ഫെയിലിയറാകാൻ എൻ്റെ ദൈവം ഇതുവരെ അനുവദിച്ചിട്ടില്ല. 2 തരത്തിൽ ദൈവജനത്തിന് ശോധനയുണ്ട്. നമ്പർ 1 വിശ്വാസ പരിശോധന. 1. 2 ജീവിതത്തിൽ നാമായി പ്രതികൂലങ്ങളിലൂടെ പോകുന്ന ചില സമയങ്ങൾ. ഇതിലേതിലാണ് നിങ്ങൾ അകപ്പെട്ടിരിക്കുന്നത്? നിങ്ങളുടെ ഭാഗത്തും എൻ്റെ ഭാഗത്തും അകൃത്യങ്ങളില്ലെങ്കിൽ ഓർത്തോ, നീ വിശ്വാസ പരിശോധനയിലാണെങ്കിൽ ശദ്രക്, മേശക്, അബേദ്നെഗോവിനെ പോലെ വേഗത്തിൽ പുറത്തു വരും. അതല്ല, അകൃത്യത്തിലാണ് നമ്മൾ ഇപ്പോൾ കഷ്ടതയിലായിട്ടുണ്ടെങ്കിൽ, അകൃത്യം ഏറ്റുപറഞ്ഞ്, പിന്മാറ്റം ഏറ്റുപറഞ്ഞ്, ജീവിതത്തിലെ പാപം ഏറ്റുപറഞ്ഞ് ഇന്ന് മടങ്ങി വന്നാൽ ഇന്ന് നമുക്ക് വിടുതലാണ്. ഈ ദൂത് കേട്ട ദൈവമക്കൾക്കായി സ്തോത്രം. സ്തോത്രം. പണ്ടെങ്ങാനോ ഒരു സിസ്റ്റർ ഇവിടെ വന്നു. രോഗം മാറാത്തതിൻ്റെ കാരണം എന്നാന്ന് തിരക്കിയപ്പോൾ അവൾക്ക് തോന്നി പോലും ദൈവത്തിനോട് കൊടുക്കാൻ പറ്റാത്തതാണ് പാപം. കയ്യിലിട്ടിരുന്ന കാശെടുത്തുകൊണ്ട് ദൈവദാസന്റെ കയ്യിൽ കൊടുത്തപ്പോൾ ആ രോഗം മാറിയെന്ന് കണ്ട സാക്ഷ്യമാണ് ഞാൻ. അതൊരു അകൃത്യമായിരുന്നു എന്ന് അവർക്ക് തോന്നിയെന്ന്. നിങ്ങളോട് ഞാൻ ഇപ്പോൾ ചോദിക്കട്ടെ, വർഷങ്ങളായി മിണ്ടാതിരിക്കുന്നത് ഒരു അകൃത്യമല്ലേ?
എന്നിട്ട് എന്തോ വിടുതൽ നടക്കാത്തതിന്റെ കാരണം എന്നാ? നിങ്ങളുടെ ഭിന്നതയല്ലേ? നമ്മുടെ അകത്തിരിക്കുന്ന കയ്പല്ലേ? രാമൻ പറഞ്ഞേ, ഈ കയ്പും അകർത്യം വച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുവാണ്, എനിക്കൊരു വിസ വേണം, എൻ്റെ കൊച്ചിൻ്റെ കല്യാണം നടക്കണം, എനിക്ക് വീട് വെക്കണം. മുൻപിലിരിക്കുന്നതോ വലിയ അകർത്യങ്ങൾ. ദൈവത്തിന് എങ്ങനെ നമ്മുടെ മേൽ പ്രവർത്തിക്കാൻ കഴിയും? രാമൻ പറഞ്ഞാട്ട് ഞാൻ വളരെ ആത്മാർത്ഥമായി സഭയോട് ചോദിക്കുന്നു, ഞാനിന്ന് പൂർണ്ണ പ്രാഗൽഭ്യമുള്ളവനാണെന്ന് പറയാൻ എത്ര പേർക്ക് കൈ ഉയർത്താൻ പറ്റും? ഇതുവരെ നിങ്ങൾ തുള്ളി ചാടിയല്ലോ, കൈയടിച്ചല്ലോ, ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞല്ലോ. ഞാൻ എൻ്റെ മുൻപിലിരിക്കുന്ന എൻ്റെ വിഷയത്തിന്മേൽ ഞാൻ പൂർണ്ണ പ്രാഗൽഭ്യമാണ്. എൻ്റെ സംസാരത്തിലും എൻ്റെ ചിന്തയിലും എൻ്റെ കൊടുക്കൽ വാങ്ങലുകളിലും എൻ്റെ എല്ലാ രീതികളിലും ഞാൻ ദൈവത്തിന് പ്രസാദമുള്ളൊരു ജീവിതമാണ് നയിക്കുന്നു എന്ന് പറയാൻ എത്ര പേർക്ക് കൈ ഉയർത്താൻ പറ്റും? ഒരു ആരാധനയിൽ കുറേ ഉന്തിത്തള്ളിയിട്ട് ബഹളം വെച്ച് പോകുന്നതിനേക്കാളൊക്കെ ഉപരി ഇന്ന് ദൈവത്തിൽ നിന്ന് ചിലത് കേട്ട് രൂപാന്തരപ്പെട്ടു പോയാൽ ഈ വചനം ഫലം തരും ഈ ദിവസങ്ങൾ. രാമൻ പറഞ്ഞേ ഹല്ലേലൂയ. എന്തുകൊണ്ട് ചില രോഗങ്ങൾ മാറുന്നില്ല? ഇവിടെ എത്രയോ രോഗികൾ സൗഖ്യമായി, എത്ര പേർ ഇനി സൗഖ്യമാകാൻ കിടക്കുന്നു. മാറാത്തതിന്റെ കാരണം എന്നാ? ദൈവം എന്നെ മന്ത്രവാദിയാണോ? ദൈവം എന്നെ ശകുനവാദിയാണോ? ദൈവം എന്നെ മായാജാലം കാണിക്കുന്നവനാണോ? അല്ല. ദൈവം എന്ന് പറയുന്ന ആമേൻ, ആ മഹത്വം നീ ഒരു കളിപ്പാട്ടമായി കാണല്. അവരടുക്കൽ വരുന്നവൻ വിറയലോടും ഭയത്തോടും കൂടെ വരികയും. 2, ബൈബിളിൽ സൗഖ്യം പ്രാപിക്കപ്പെട്ടവരാരും പിന്നെ പാപം ചെയ്തിട്ടില്ല. അഥവാ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നത്തേതിൽ അവൻ്റെ മേൽ വന്ന ശാപം അത് പിന്നെ ഒരു മനുഷ്യനും തീർക്കാൻ കഴിഞ്ഞിട്ടുമില്ല. ഈ വാക്കുകൾ കേട്ട ദൈവസഭയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് എവിടെയൊക്കെയോ കയറി ചെല്ലുന്ന പോലെ യേശുവിന് അടുക്കലും ഒരു 10 രൂപ കൊടുത്ത് സൗഖ്യം മേടിക്കാന്ന് പറഞ്ഞ് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തെറ്റുപറ്റിപ്പോയി. എവിടെയെങ്കിലും കയറി ചെല്ലുന്ന പോലെ ആമേൻ, കണ്ണ് കാണാം, ചെവി കേൾക്കാം, കൈ ശരിയാകുമെന്ന് പറഞ്ഞ് കർത്താവിന്റെ മുമ്പിൽ ദൈവജനം പോകുന്നെങ്കിൽ തെറ്റുപറ്റിപ്പോയി. ദൈവം തൊട്ടിട്ടുള്ളവരെല്ലാം അവരോടൊരു കാര്യം കർത്താവ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നീ പോയി നിന്നെ തന്നെ ദേശത്ത് വെളിപ്പെടുത്തിക്കൊള്ളണം. നീ പോയി നിന്നെ തന്നെ സാക്ഷീകരിച്ചു കൊള്ളണം. കർത്താവ് സൗഖ്യമാക്കി അങ്ങനെ വിട്ട് അവരെല്ലാം പിന്നത്തേതിൽ സഭയിൽ കണ്ടു. ദക്കപ്പൊലി ദേശത്ത് സുവിശേഷകനായ ഒരു ഭ്രാന്തൻ മാറി. ബൈബിൾ പഠിക്കുമ്പോൾ അവരെല്ലാം ഓരോ ചരിത്രങ്ങളിൽ അവർ നിൽക്കുന്നു. നിന്റെ ജീവിതത്തിൽ ദൈവം ഈ അത്ഭുതം ചെയ്തിട്ട് നീ എന്തോ ചെയ്തേ എന്ന് പറഞ്ഞിരിക്കാം. രാമൻ പറയാം, നിന്റെ രോഗം മാറിയിട്ട് നീ ആർക്കെങ്കിലും വേണ്ടി ഇതുവരെ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ആ കടബാധ്യത മാറിയ ശേഷം ആർക്കെങ്കിലും വേണ്ടി പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ വിഷയം മാറി, നമ്മളിന്ന് കുശാലായി. ഇനി നമ്മളങ്ങനെ ഇരിക്കുക. ഇന്ന് ഈ കെട്ട് പൊട്ടണം. ഇന്ന് പറയണം, എന്നെ വിടുവിച്ച ദൈവത്തിന് വേണ്ടി ദേശത്തേക്ക് ഇറങ്ങി അനേകമായിരങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ. കൈകൾ ഉയർത്തു രാമൻ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ അകൃത്യങ്ങളാണ് ദൈവം കേൾക്കാതിരിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം പറയുന്നു, നിങ്ങളുടെ പാപങ്ങൾ അത്രേ എന്നെയും നിങ്ങളെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത്. ദൈവസഭയോട് പറയാം, വാഗ്ദത്തം ലഭിക്കാതിരിക്കുന്നത് പാസ്റ്ററുടെ കുഴപ്പമല്ല, പ്രവാചകന്റെ കുഴപ്പമല്ല. ഇന്ന് നെഞ്ചത്ത് കൈവച്ചോണ്ട് പറയണം, എന്റെ കുറവാണ്. ആമേൻ പറഞ്ഞില്ല. രാമേൻ പറഞ്ഞേ, അയ്യോ ഞാൻ ഒരു വെള്ളിയാഴ്ചയും മുടങ്ങിയില്ലല്ലോ പാസ്റ്ററേ, ഞാൻ 1000 രൂപ സ്തോത്ര കാഴ്ച ഇട്ടല്ലോ പാസ്റ്ററേ. അത് നിങ്ങളുടെയും എന്റെയും പുകഴ്ചയാണ്. പക്ഷെ ദൈവം പുകഴ്ത്തണമെങ്കിൽ ഇന്ന് ഇതിനകത്ത് ചില വിശുദ്ധന്മാരെ തിരയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ പറഞ്ഞേ. യഹോവയെ കാത്തിരിക്കുന്നവർ 40-ാം അധ്യായം 30-ാമത്തെ വാക്യം യെശയ്യാ വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്ന് ഇടറി വീഴും, പിന്നെ യൗവനക്കാർ ഇടറി വീഴും. എൻ്റെ പ്രിയപ്പെട്ട ഹല്ലേലൂയ സഹോദരങ്ങൾ, ദൈവകൃപയാൽ ഈ ഉപകരണങ്ങളൊക്കെ വായിച്ച് അങ്ങ് നന്നായിട്ട് ആരാധിച്ചാൽ നിങ്ങൾ ആരാധിക്കും. അവിടെയാണോ ശക്തി ഇരിക്കുന്നത്? വർഷിപ്പ് ലീഡേഴ്സ് നന്നായിട്ട് നൃത്തം ചെയ്ത് ആരാധിക്കുമ്പം നമുക്ക് നന്നായിട്ട് ശക്തിയോടെ ആരാധിക്കാൻ പറ്റും. ഞാൻ പറയുന്നു, അതിനകത്താണോ ശക്തി ഇരിക്കുന്നത്? അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, അത്യന്ത ശക്തി എൻ്റെ സ്വന്തം. പറ ചേർന്ന്, ഇത് ദൈവത്തിൻ്റെ, ഇത് പകർന്നിരിക്കുന്നത് ഇൻസ്ട്രുമെൻറ്റുകളിലും മൃദംബേഡിലും കമ്പോസറിലും അല്ല. ആമേൻ. ഇത് ഏതോ വർഷിപ്പ് ലീഡറിൻ്റെ കയ്യിലല്ല. ഇത് പകർന്നിരിക്കുന്നത് എവിടെയാ? അതുകൊണ്ട് ഞാൻ ഉറക്കം തൂങ്ങിയിരിക്കുകയല്ല, ഞാൻ ശക്തിയെ പുതുക്കി, ഞാൻ ബലത്തെ പുതുക്കി. എൻ്റെ ജീവനുള്ള കാലമൊക്കെയും ഇന്ന് പകൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ്. ഉറപ്പുള്ളവരെന്ന് പകല് ഈ മൺകൂടാരത്തിലുള്ള ദൈവശക്തിയെ
ആമേൻ, ആമേൻ. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഈ ആയുസ്സും ആരോഗ്യമൊക്കെ നോക്കാതെ ഓടുന്നത്. കാരണം ഈ ഒറ്റ ആയുസല്ലേ ഉള്ളൂ ഈ മൺകൂടാരത്തിലുള്ളത്. ഏത് സിറ്റുവേഷൻസിലും ഏത് കാലാവസ്ഥയിലും എൻ്റെ അപ്പനെ ഉയർത്തുന്ന ഒരു മകനായി തീരാൻ. ഇന്നത് കിട്ടിയാലേ ഇന്നത് ചെയ്താലേ ഞാൻ കർത്താവിനോട് ചെയ്യുമെന്നുള്ളതല്ല. ആമേൻ. ഈ മൈക്കില്ലേലും ആമേൻ, മഴയാണേലും വെയിലാണേലും ചെരുപ്പില്ല എങ്കിലും ചെരുപ്പുണ്ടെങ്കിലും ഉടുപ്പുണ്ടെങ്കിലും കർത്താവെ എൻ്റെ അപ്പനെ ഞാൻ ഉയർത്താൻ റെഡിയാന്നുള്ള ഒരു മൈൻഡ് അതൊന്ന് പകൽ നിനക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടണം. രാമേൻ പറഞ്ഞാട്ട്, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. കർത്താവിൻ്റെ സങ്കടത്തെ എന്ത് ചെയ്തു? പറ. അവൻ എൻ്റെ സങ്കടം കേട്ട് അവൻ എന്താ ചെയ്തിരിക്കുന്നത്? അവൻ എന്നിലേക്ക് എന്ത് ചെയ്തു? ചാഞ്ഞു വന്നിരിക്കുക. ഒരാമേ പറഞ്ഞേ, ജീവിതത്തിൻ്റെ എല്ലാ പാപങ്ങളും എല്ലാ കുറവുകളും യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഇന്ന് പകൽക്കാലം ക്ഷമിക്കണമേ. പെട്ടെന്നുള്ള കോപം കർത്താവെ ക്ഷമിക്കണമേ. പെട്ടെന്നുള്ള വൈരാഗ്യം ക്ഷമിക്കണമേ കർത്താവെ. ഭിന്നത ക്ഷമിക്കണമേ കർത്താവെ. ഹല്ലേലൂയ. എല്ലാ ദുർചിന്തകൾ കർത്താവെ ക്ഷമിക്കണമേ. എല്ലാ പാപ സ്വഭാവങ്ങൾ ക്ഷമിക്കണമേ. എല്ലാ ക്ഷമിക്കാൻ പറ്റാത്ത ആമേൻ ഹല്ലേലൂയ അവസ്ഥകൾ ക്ഷമിക്കണമേ കർത്താവ്. ചില കണ്ണുകളെ കാണുന്നു, ഹൃദയങ്ങളെ വീക്ഷിക്കുന്നു. ചിലർ പറയുന്നു ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന്. എൻ്റെ ഭാഗത്ത് എന്താണ് നീ കുറവെന്ന് ചിലരെ ചോദിക്കുന്നു. കരഞ്ഞ് ചോദിച്ചു, ദൈവം പറഞ്ഞുതരും. ഓ എൻ്റെ എൻ്റെ പാപങ്ങളൊന്നും അവിടെ ഇറക്കി വെക്കണ്ട. തീയിലോട്ടിട്, കത്തി പോകട്ടെ എന്ന് പറ. കത്തി ചാമ്പലാകട്ടെ. ഇതുവരെ വന്നതെല്ലാം ദൈവം ക്ഷമിക്കും. ദൈവം അങ്ങനെ വലിയ കരുണയില്ലാത്ത ദൈവമൊന്നുമല്ല കേട്ടോ. എന്റെ ബൈബിൾ പറയുന്നു, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി അവന് തന്റെ ജീവനെ തന്നു. ബലഹീനരായിരിക്കുമ്പോൾ. അതുകൊണ്ട് അയ്യോ കർത്താവേ ഇത് ക്ഷമിക്കുമോ എന്നൊന്നും ചിന്തിക്കണ്ട. ഇന്ന് ആര് പാപ എന്ന് പറയുന്നു? പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? സ്വർഗീയ ആരാധന വിടുതലും ശുശ്രൂഷയും എല്ലാ ഞായറാഴ്ചയും രാവിലെ 10:30 മുതൽ 1:30 വരെ. ഉപവാസ പ്രാർത്ഥന എല്ലാ വെള്ളിയാഴ്ചയും 10 മുതൽ 2 വരെ. പാസ്റ്റർ ശോഭൻ രാജ് ശുശ്രൂഷിക്കുന്നു. സ്വർഗീയ കൂടാരം, ടോൾ ജംഗ്ഷൻ, ചുള്ളിമാനൂർ, നെടുമങ്ങാട്. ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുവാനും പ്രാർത്ഥനാ വിഷയങ്ങൾ അയക്കുവാനും സഹായങ്ങൾ അയക്കുവാനുമുള്ള വിലാസം ഹെവൻലി വിഷൻ ഇന്ത്യ, പോസ്റ്റ് ബോക്സ് നമ്പർ 14, നെടുമങ്ങാട്, ട്രിവാൻഡ്രം 695541. ഹെവൻലി 10, ടോൾ ജംഗ്ഷൻ, ചുള്ളിമാനൂർ, നെടുമങ്ങാട്, ട്രിവാൻഡ്രം. Our phone numbers 0472 2800 944 700 3725 9400 910 414. God bless you.